പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഉടുപ്പിൻ്റെ കട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ചുരിദാറിൽ നിന്ന് ബാക്കി കിട്ടിയതാണ്. ഒന്ന് നോക്കുക. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കാം. ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം നമുക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി നോക്കിയിട്ട് 6 ഇഞ്ച് വയ്ക്കാം. അത് നമുക്കിവിടെ ഒന്ന് വരയാം. നമുക്കിതിൻ്റെ വണ്ണം നോക്കാം. 22 ഇഞ്ചാണ് വേണ്ടത്. അത് 4 ആക്കുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച് കിട്ടും. 5.5 കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് വയ്ക്കും. ആ 7.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഇതൊന്നിട്ട് വരയാം. നമുക്ക് കഴുത്ത് വേണ്ടത്, കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ചാണ്. അടയാളപ്പെടുത്താം. നമുക്കിങ്ങനെ പരക്കാം. നമ്മൾ കഴുത്തകലം 2.25 ഇഞ്ചാണ് വയ്ക്കുന്നത്. 2.25 ഇഞ്ച് വയ്ക്കുക. ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടാം. അത് ഇതിലാണ് അടയാളപ്പെടുത്താം. ഞാൻ അതൊന്ന് സ്കെയിൽ വെച്ച് ഒന്ന് വരയ്ക്കാം. തോൾ വീതി നമ്മൾ 4.25 വയ്ക്കുന്നത്. 4.25 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. നമ്മൾ അടയാളപ്പെടുത്തുന്നത് താഴേക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ കൈക്കുഴി നമ്മൾക്ക് 4.5 വയ്ക്കാം. അത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വരയ്ക്കാം. ഇത് ഷേപ്പ് വരയ്ക്കാം. ആദ്യം മുന്നിലത്തെ കഴുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് ബാക്ക് കഴുത്ത് വരച്ചു കൊടുക്കണം. നമുക്ക് ഈ കൈക്കുഴി ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. നമുക്ക് ഇവിടത്തേന് ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഷേപ്പ് വരയ്ക്കാം. ഒരു 1/2 ഇഞ്ച്. ഇവിടെ നിന്നൊന്നും ഒരു ഷേപ്പ് വരയ്ക്കാം. നമ്മുടെ ഇതിൻ്റെ മാർക്കിങ് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബാക്ക് കഴുത്താണ് വെട്ടേണ്ടത്. ആദ്യം ബാക്ക് കഴുത്ത് വെട്ടാം. അപ്പോൾ ഇത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമ്മൾ ഈ മുന്നിലത്തെ കഴുത്ത് വെട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഈ മുൻഭാഗത്തെ കഴുത്ത് വെട്ടിയെടുത്തു. ഇനി നമുക്കിത് ബാക്കിലത്തെ ആണ്. അപ്പോൾ ബാക്കിൽ നമുക്കൊരു ഓപ്പൺ കൊടുക്കാണ്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ പാവാടയ്ക്ക് നോക്കാം. ഇത് 4 മടക്കാണ്. 11 ഇഞ്ച്. അത് നമുക്ക് വെട്ടിയെടുക്കാം.
ഇത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യിൻ്റെ അവിടേക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് വേണം മടക്കി തയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഇതുപോലെ കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് പീസും വെട്ടിയെടുത്തു. ഇതിന് നമ്മൾ പറഞ്ഞ് മൊത്തത്തിൽ ഇവിടെ ഞെറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ലൈനിങ് വെച്ച് മറിച്ച് എടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.